അഖിൽ, കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റലിലെ ഇടുമുറിയിൽ കൊണ്ടുപോയാണ് കഴിഞ്ഞ ദിവസം KSU തിരുവനന്തപുരം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ സാൻ ജോസിനെ കൈകാര്യം ചെയ്തത്. സാൻ ജോസ് എന്നെ പറഞ്ഞ് വലിച്ചടിച്ചു കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ എത്തിയ MLA വിൻസെൻറ്റിനും SFIക്കാരുടെ തല്ലുകിട്ടി. പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് അത് സംഭവിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി. ഞാൻ പഠിച്ച ക്യാമ്പസാണ് കേട്ടോ അത്. എതിർ ശബ്ദങ്ങളുണ്ടായാൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സമീപനത്തിൽ നിന്നും SFI ഒരടി പിറകോട്ട് പോയില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും വലിയ കളങ്കമായ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. അത് കാലം കുറേയായി ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്. കാരണം ഇവിടെ കേരളത്തിൽ ഇടിമുറി എന്ന് പറയുന്ന സങ്കല്പം പോലും ക്യാമ്പസുകളിൽ കൊണ്ടുവന്നതാരാണ്? ഈ സാക്ഷാൽ SFI അല്ലേ. ഇവിടെ നമ്മൾ ഏറ്റവും ഒടുവിലായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യവട്ടത്തെ ഈ സംഭവം, അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വെറ്ററിനറി സർവകലാശാലയിൽ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം, ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് സംഭവിച്ച ഒരു സംഭവം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ, ആ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരനായിട്ടുള്ള ആളുകൾ തന്നെ വന്ന് പറയുകയാണ് ഈ കോളേജിനകത്ത് ഇടിമുറി ഉണ്ട്. അവരുടെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് SFIക്കാർ തമ്മിലടിക്കുന്ന സമയത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് SFIക്കാർ പറയുകയാണ് ഇവിടെ ഇടിമുറി ഉണ്ട് എന്ന് പറയുകയാണ്. ഒടുവിൽ അവിടെ KSU പ്രവർത്തന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് KSU ഒരു യൂണിറ്റ് തുടങ്ങി. അവിടെ പ്രവർത്തിക്കാനായി തയ്യാറായ KSU ഭാരവാഹികളെ പോലും വളരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ഞങ്ങൾ അതിന് മുന്നിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കൊടിയിൽ എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും ഇവർ ജനാധിപത്യത്തിന് വേണ്ടി ഒരു ശബ്ദമുയർത്തുകയോ അല്ലെങ്കിൽ ഈ സോഷ്യലിസത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയോ ക്യാമ്പസിൽ ഇവർ ചെയ്യുന്നുണ്ടോ? പിന്നെ ഈ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് ഇവിടെ ഇരുന്ന്. കാര്യം അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ പഴയ കാലത്തെ SFIയും പുതിയ കാലത്തെ SFI എന്നാണ്. നമ്മളൊക്കെ കേട്ടു വളർന്നിട്ടുള്ളത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ ഗുരുനാഥനെയും വണങ്ങി വന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ഇന്ന് മാതാവിനെയും തല്ലണം, പിതാവിനെയും തല്ലണം, ഗുരുവിനെയും തല്ലണം എന്നുള്ള രീതിയിലാണ് SFIയുടെ പോക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് ക്യാമ്പസിലാണ് മാന്യമായി അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എവിടെയാണെങ്കിലും ഇവർ പ്രസംഗിക്കുന്നത് എന്താ? ചെങ്കോട്ടകൾ എന്നാണ്. ചെങ്കോട്ട, ഈ കോട്ടകളുടെ ഒരു അസ്വസ്ഥതയുണ്ട് ക്യാമ്പസുകളിൽ. ഈ കോട്ടകൾ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു പൊയ്മുഖമാണ്. ആ പൊയ്മുഖം വലിച്ചെറിയുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധമുള്ള ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകൾ ഉണർത്തുക എന്നുള്ളതിന് കൃത്യമായ പ്രതിപക്ഷം വേണം, ഭരണപക്ഷം വേണം, അതിനെ വിമർശിക്കാൻ മറ്റൊരു പക്ഷം വേണം. എങ്കിൽ മാത്രമേ അവിടെ ജനാധിപത്യ ബോധമുള്ള ക്യാമ്പസുകൾ ഉണ്ടാവുകയുള്ളൂ. വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ജനാധിപത്യ ബോധം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഈ പ്രധാനപ്പെട്ട അധ്യാപകർക്ക് കുഴിമാടം തോണ്ടുന്ന SFI, അധ്യാപകരുടെ കൈകാലുകൾ വെട്ടിയെടുക്കുമെന്ന് പറയുന്ന SFI, ഇവിടെ ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുന്ന SFI, ഈ SFIയുടെ ഈ ക്യാമ്പസുകളുടെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFI ആയി മാറിയിരിക്കുകയല്ലേ. എവിടെയാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുക? ഇവിടെ ക്യാമ്പസുകളിൽ ഇവിടെ ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ, ഞാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആളാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഞങ്ങൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷ സമയത്ത് പോകുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച ഞാൻ ഈ മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ പുസ്തകം തുറന്നു വെച്ച് പിള്ളേർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതേ ഇടതുപക്ഷ അനുകൂലികളായ അധ്യാപകരാണ്. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ക്വാഡായി കോളേജിനകത്തേക്ക് കയറുന്ന സമയത്ത് സംഭവിച്ചത്, ടീച്ചർമാർ തന്നെ അവർക്ക് ഒരു സിഗ്നൽ കൊടുത്ത് അവർ ഈ പറയുന്നത് പോലെ പുസ്തകമൊക്കെ വലിച്ചിറങ്ങി ഓടുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതേ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ അധ്യാപകരായും തുടരുന്നുണ്ട്. ബഹുമാനായ ഇടത് നിരീക്ഷകൻ പറഞ്ഞത് വളരെ ശരിയാണ്. കുറച്ചാളുകൾ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളാണ്. തിരുവനന്തപുരത്ത് ഞാൻ തന്നെ പഠിച്ചിരുന്ന ഒരു കലാലയത്തിൽ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകനെ ഞങ്ങൾ കൗണ്ടിങ് നടക്കുക. അപ്പോൾ KSU സ്ഥാനാർത്ഥി 2 വോട്ടിന് പരാജയപ്പെടുന്നു. പക്ഷേ തോറ്റ വോട്ടുകളുടെ കൗണ്ട് എടുത്ത സമയത്ത് വോട്ടുകളുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ 2 വോട്ടിന് KSU സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അവസാനം ഒരു സാറ് ഒരു രീതിയിൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണീക്കുന്നില്ല. അവസാനം ഞങ്ങൾക്ക് സംശയം തോന്നി. ഞങ്ങൾ സാറിനോട് ബഹുമാനത്തോടു കൂടി തന്നെ പറഞ്ഞു, സാറ് ഒരു ചെറിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, സാറിൻ്റെ മുഖം തന്നെ കണ്ടാൽ പറയുന്നുണ്ട്, സാറൊന്ന് എണീക്കണം. അത് എന്നെ എണീപ്പിക്കാനൊന്നും കഴിയില്ല, ഞാൻ ഇവിടുത്തെ മറ്റേ സംഘടനയിലെ മറ്റേ പുലി എന്നൊക്കെയാണ് സാറ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു, സാറ് എണീക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു. ആ കുത്തിയിരുന്ന അവസാനം സാറിന് എണീക്കേണ്ട സാഹചര്യം ഉണ്ടാകുമല്ലോ. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ അദ്ദേഹം എണീക്കുന്ന സാഹചര്യം ഉണ്ടായി.
ആ എണീച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാന്റിന്റെ അടിയിൽ നിന്നും ഞങ്ങളുടെ കളഞ്ഞുപോയ 2 വോട്ടിന് പകരം 3 വോട്ട് കിട്ടി. ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ ജനറൽ സെക്രട്ടറി ജയിക്കുന്ന സാഹചര്യമാണ്. ഈ ചെയ്ത അധ്യാപകന്റെ സംഘടന ബഹുമാനപ്പെട്ട അഷ്കർ സാറിന്റെ അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളാണ് ആ അധ്യാപകൻ. അപ്പൊ ഇത്തരം അധ്യാപകർ ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്, ഇവർക്ക് കുടപിടിക്കുകയാണ്. ക്യാമ്പസിൽ ഇടിമുറി ഇല്ല എന്ന് ഏതെങ്കിലും SFIക്കാരന് പറയാൻ കഴിയുമോ? വേറൊന്നും വേണ്ട. അനിൽ നമ്പ്യാർ അവിടെ പഠിച്ച ആളാണല്ലോ കാര്യവട്ടത്ത് SFIയുടെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്? പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടന ആരെങ്കിലും ഒരു കൊടി കെട്ടിയാൽ രാത്രി ആ ക്യാമ്പസിൽ പോയി കൊടി കത്തിക്കും. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വച്ചു കഴിഞ്ഞാൽ ആ ഫ്ലെക്സ് ബോർഡ് കത്തിക്കും. ഇന്നലെ തന്നെ നടന്നൊരു സംഭവം ഉണ്ടാകാം. ഈ സാൻ ജോസിനെ പിടിച്ചു കെട്ടി ഈ പറയുന്നത് പോലെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ റൂമിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനായിട്ടുള്ള കഴക്കൂട്ട പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക. ആ പോലീസിൽ ആദ്യം SI വിളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് CA വിളിക്കുന്നു. ആ CA പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ആ കാര്യവട്ടത്ത് കോളേജിലല്ലല്ലോ, ക്യാമ്പസിലല്ലേ, അത് ഞങ്ങളുടെ പരിധിയിലല്ല, നിങ്ങൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടും. ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരൻ പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ ഇത് ഭരണത്തിന്റെ എല്ലാ സുഖലോലുപതയും അനുവദിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ക്യാമ്പസ് മുഖ്യമന്ത്രിയുടെ ശൈലി ഇഷ്ടപ്പെടുന്ന SFIക്കാരാണ് ഇവിടെ ഉള്ളത്. ആ മുഖ്യമന്ത്രിയുടെ തന്നിഷ്ടവും ധാർഷ്ട്യവും കൃത്യമായി രാഷ്ട്രീയത്തിൽ കാണിച്ച് പഠിച്ച് വളരുന്ന SFI അവരുടെ ധാർഷ്ട്യം കാണിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ക്യാമ്പസിൽ ഇത്രമാത്രം കുട്ടികളെ വേദനിപ്പിക്കുന്ന ക്യാമ്പസിൽ ഇവർ പറയുന്ന ഇപ്പോൾ കുറെ കാലമായാലും SFI എന്നുള്ള പേര് കേട്ടിട്ട് നമ്മൾ ഇവിടെ കേട്ടു, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേട്ടു, ഇടിമുറിയുമായി ബന്ധപ്പെട്ട് കേട്ടു, ഈ പ്രിൻസിപ്പളെ അധ്യാപകരെ തല്ലുന്ന വാർത്തകളുമായി നമ്മൾ കേട്ടു. ഇവിടെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി വിഷയത്തിൽ സമരം ചെയ്തതായി നിങ്ങൾ ഈ കഴിഞ്ഞ 7-8 കൊല്ലമായി അവരുടെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? 7-8 കൊല്ലമായി ഭരണവിലാസ സംഘടനയായി മാറിയിരിക്കുകയാണ് SFI. 8 വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയോ ഒരു സമരം നടത്താൻ കഴിവില്ലാത്തൊരു സംഘടനയായി, ജീർണതയിൽ ജീവിക്കുന്ന ഒരു സംഘടനയായി ക്യാമ്പസിലെ SFI മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട അഷ്കർ പറഞ്ഞ അദ്ദേഹത്തിന് പറഞ്ഞൊരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഭരിക്കുന്നത് MSF KSU സംഘടനയാണ്. അവിടെ SFI പരിപൂർണമായി തഴയപ്പെട്ടു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ ഇന്ന് KSUവിൻ്റെ വലിയൊരു മുന്നേറ്റമുണ്ട്. ക്യാമ്പസുകളിൽ KSUവിൻ്റെ വലിയൊരു മുന്നേറ്റമുണ്ട്. നിങ്ങൾ കാലാകാലം ജയിച്ചുകൊണ്ടിരുന്ന എത്രയോ കോളേജുകളിൽ ഇന്ന് ഞങ്ങൾ ഭരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ വിദ്യാർത്ഥി പക്ഷം എന്ന് പറയുന്ന പക്ഷത്ത് നിന്ന് വളരെയധികം അകന്നിരിക്കുകയാണ്. നിങ്ങൾ കൊലപാതക സംഘടനയായി, കൊലപാതകളുടെ ഒരു കൂട്ടമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ക്യാമ്പസിൽ ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടത്. അവൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി, അവന് വയറ് നിറയെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ മകൻ മരിച്ചത് ഒരു തുള്ളി വെള്ളം കിട്ടാതെയാണ്. നിങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് അവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു അച്ഛൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ആ അച്ഛൻ്റെ വികാരം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഈ പൊതുസമൂഹം നിങ്ങളെ നോക്കി പുച്ഛിക്കുകയാണ് SFIക്കാരാ എന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ ഗണേഷ്, കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും അതുപോലെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലും സർവകലാശാല ക്യാമ്പസിലും കാണുന്ന പ്രതിഭാസം മാത്രമാണ് ഈ SFIയുടെ ഗുണ്ടായിസം എന്നാണ് അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞു വരുന്നത്. അതിനെ എങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണോ അതിൻ്റെ വാസ്തവം? ശരി. അല്ല, ഈ എല്ലാ അധ്യയന വർഷങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് എൻ്റെ കാലത്ത് SFI ഇങ്ങനെയല്ല, എൻ്റെ കാലത്ത് SFI ഇങ്ങനെയല്ല എന്ന് എല്ലാ അധ്യയന വർഷത്തിലും കേൾക്കാറുണ്ട്. കാരണം അതിന് സാഹചര്യങ്ങൾ SFI എല്ലാ കാലഘട്ടത്തിലും ഒരുക്കാറുണ്ട് എന്നതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഗുരുദേവ കോളേജിലാണ് നമ്മൾ കേട്ടതെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ കേട്ടു. അതിന് മുന്നേ എന്തിനാണ് നമ്മുടെ സരസ്വതി ടീച്ചർ SFI കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ SFI കുറിച്ച് പറയുന്ന സമയത്ത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് സരസ്വതി ടീച്ചർ എല്ലാവർക്കും ഓർമ്മ വരും. അത് യാതൊരുവിധ അതുമില്ല. കാരണം സരസ്വതി ടീച്ചർ ഒരു പ്രതീകം തന്നെയാണ്, SFI അക്രമത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടത് താലിബാനാണ് ഏറ്റവും വലിയ ഭീകരവാദ സംഘടന എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയാണ് താലിബാൻ. താലിബാനെ കുറിച്ച് പഠിക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കി തന്നത്. പക്ഷേ SFIയെ കുറിച്ച് അവർ പഠിക്കാൻ തുടങ്ങിയാൽ, ഈ ലോകത്തിലെ വിദേശ മാധ്യമ പ്രവർത്തകരൊക്കെ SFIയെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയാൽ അവർ പോലും നാണിച്ചു പോകും. അത്രയേറെ ക്രിമിനൽ സംഘങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എല്ലാ കാലഘട്ടത്തിലും. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയല്ല, എത്ര കാലമായിട്ട് SFI ഉണ്ടായ അന്ന് തൊട്ട് SFI എല്ലാ കാലഘട്ടത്തിലും ഇത്തരം ഭീകരവാദ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതവർക്ക് ഭരണം വേണമെന്നില്ല, ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ SN കോളേജിൽ മുൻകാലത്ത് പ്രവർത്തിച്ചു എന്ന് അസ്കർ പറയുന്നത് കേട്ടു. അതേ SN കോളേജ് തന്നെയാണ് അസ്കർ ABVP-കാരന്റെ പുറത്ത് കോമ്പസ് കൊണ്ട് SFI എന്ന് എഴുതുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോമ്പസ് കൊണ്ട് SFI എന്ന് എഴുതുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? താലിബാനെ കുറിച്ചൊക്കെ ഞാൻ എന്താ പറയുക, താലിബാൻ പോലും തോറ്റ് നാണിച്ചു നിന്ന് പോകും SFIയുടെ അടുത്ത്. കാരണം അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് ഭരണമെന്നോ അവർക്ക് അങ്ങനെ ഒരു കാര്യവുമില്ല. കാരണം അല്ലെങ്കിൽ ആലോചിക്കും, പഠിപ്പിച്ച ഗുരുനാഥയ്ക്ക് കുഴിമാടം ഒരുക്കുന്ന ആളുകൾ, അപ്പൊ ശവപ്പെട്ടി കൊടുക്കുന്ന ആളുകൾ, റീത്ത് അയച്ചു കൊടുക്കുന്ന SFI-ക്കാർ, ഇത്തരത്തിലുള്ള ലോകത്തിൽ ഒരു ജന്മങ്ങളെ ഉള്ളൂ. അത് SFI അല്ലാതെ വേറെ ആരുമില്ല എന്നതാണ്. അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, എന്താ കൊയിലാണ്ടി ക്യാമ്പസിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇന്നലെ നമ്മുടെ അവിടുത്തെ പ്രധാന അധ്യാപകൻ തന്നെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ, അവിടെ വന്ന് ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹെൽപ്പ് ഡെസ്ക് ഇടുന്ന എന്താണ്? ഹെൽപ്പ് ഡെസ്കിലൂടെ എല്ലാ ക്യാമ്പസുകളിലും അത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും. പക്ഷേ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ? ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ ഡിഗ്രി വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. അവരുടെ ഏരിയ സെക്രട്ടറിക്കും അല്ലെങ്കിൽ അതിന്റെ ചുമതലപ്പെട്ട ആളുകൾക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. ചോദിക്കുന്ന സമയത്ത് അത് പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുത്തോട്ടെ. പ്രിൻസിപ്പൾ ചോദിക്കുന്ന പ്രിൻസിപ്പൾ തന്നെ ഇത് പറഞ്ഞു കൊടുത്താൽ പോരെ? ഇവർക്ക് എന്തിനാ ഹെൽപ്പ് ഡെസ്ക്? അത് ചോദിച്ചതിനാണ് അവിടെ കാരണക്കുറ്റിക്ക് അടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് കാരണക്കുറ്റിക്ക് അടിച്ചു ഒരു കഥയോട്ട് ഉണ്ടാക്കുക. ഈ എന്താ പറയുക, ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ പേപ്പട്ടിയെ തല്ലിക്കൊല്ലിനെ മുന്നേ എന്താ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കഥ. അതുപോലെയാണ്. അങ്ങനെ അവർ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള സമീപനമാണ്. പിന്നീട് ഇന്നലെ അവിടെ ഈ സംഘർഷമുണ്ടായി കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺസ് പോലും കീറാത്ത ഏരിയ സെക്രട്ടറി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഷർട്ട് കീറി മുഖത്തൊക്കെ ആകെ പരിക്കേൽപ്പിച്ച് കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ ആക്രമിച്ചതാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയേറെ ഭീകരവാദ ക്രിമിനൽ സംഘങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ശ്രീനാരായണ കോളേജുകൾക്ക്, കാരണം അവർക്കറിയാം കേരളത്തിലെ BJP-ക്ക് ഇത്തരത്തിലുള്ള ഈഴവ സമൂഹത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേതൃത്വം വഹിക്കുന്ന, അതിന്റെ മാനേജ്മെന്റ് വഹിക്കുന്ന, അല്ലെങ്കിൽ ആ നേതൃത്വം കൊടുക്കുന്ന കോളേജുകൾക്ക്, ആ കോളേജുകളെ അവരെ ഒരു എന്താ പറയാ, ഒരു സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ശ്രമമാണോ കൊയിലാണ്ടിയിൽ നടക്കുന്നത്? കാരണം ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ നമുക്കറിയാം, ഈ മലബാറിന്റെ വടക്കൻ മലബാറിന്റെ പ്രദേശങ്ങളിലൊക്കെ ക്യാമ്പസുകളും CPM-ന്റെ കോട്ടകളിലും ഒക്കെ നടക്കുന്ന ചില പരീക്ഷണങ്ങൾ, അത്ര പരീക്ഷണങ്ങളാണോ എന്ന് വരെ സംശയിച്ചു പോകേണ്ട സ്ഥിതിയാണ്. കാരണം അങ്ങനെയുള്ള ക്യാമ്പസുകളിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പേരുള്ള ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്ന സമയത്ത് ആ ക്യാമ്പസുകൾ പഠിക്കാൻ കൊള്ളില്ലാത്ത ക്യാമ്പസുകളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള SFI-ക്കാരന്റെ ശ്രമമാണോ എന്ന് വരെ സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ആളുകളൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കോളേജിന്റെ പ്രദേശത്തുള്ള ആളുകളൊക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റിൽപ്പെട്ട ആളുകളൊക്കെ അവർ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ, പഠിക്കാൻ അത്യാവശ്യം സാഹചര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. കാരണം ഇവിടെ പഠിക്കാൻ കൊള്ളില്ല. ഇവിടെ പിണറായി വിജയന്റെ ഈ നിർറികെട്ട ഭരണകാലഘട്ടത്തിൽ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കുള്ള സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ അത്രയേറെ നിർറികെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം ഒന്നും സാധിക്കാത്ത ആളുകളാണ്, പാവപ്പെട്ട ആളുകളാണ്. ഈഴവ സമൂഹത്തിലേക്ക് കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പിന്നോക്ക മേഖലയിലൊക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഉണ്ടാക്കി കൊടുത്ത് അവിടെ എങ്ങനെയെങ്കിലും അധ്യാപകരൊക്കെ നല്ല നിലയിൽ ആ ക്യാമ്പസുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് SFI-ക്കാരന്റെ ഗുണ്ടായിസം, എന്നിട്ട് അതിനെ ഇല്ലാതാക്കുക, ആ കോളേജിന്റെ എന്താ പറയുക ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുക, അവിടുത്തെ അധ്യാപകന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. അല്ലെങ്കിൽ അധ്യാപകൻ അടിച്ചു എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അധ്യാപകൻ അടിച്ചു, നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതല്ലേ? ഈ പ്രശ്നം കത്തി നിൽക്കുന്ന മുന്നേ ആ വീഡിയോ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ SFI-ക്കാരന്റെ ഏരിയ സെക്രട്ടറി എങ്ങനെയാണ് പ്രിൻസിപ്പളിനെ ആക്രമിച്ചതെന്ന്? എന്നിട്ട് പച്ചയ്ക്ക് നുണ പറയുക. ഇതല്ല ഞാൻ പറഞ്ഞേ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ കാലഘട്ടത്തിലും SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയാണ് കേരളത്തിലെ SFI എന്നത്. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ കേരളത്തിലെ ക്യാമ്പസുകളിൽ എല്ലാ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാം വിവിധ രാഷ്ട്രീയ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. MSF-ഉം ABVP അവർ തമ്മിൽ എവിടെയെങ്കിലും സംഘർഷം നടക്കും നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? SFI അല്ലെ ABVP MSF-ഉം തമ്മിൽ, അല്ലെങ്കിൽ ABVP-യും KSU-യും തമ്മിൽ, അല്ലെങ്കിൽ മറ്റുള്ള CPI-യുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നില്ലേ, അവിടെ എവിടെയും സംഘർഷം നടക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, അവരുടെ സഹോദര ഒരു പ്രസ്ഥാനം തന്നെയാണ് CPI. ആ ASF-ന്റെ പെൺകുട്ടിയോട് എങ്ങനെയാണ് പൊലച്ചിയുടെ മകളെ എന്ന് വിളിച്ചത് SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയാ. ഈ കേരളത്തിലെ നമ്മൾ കണ്ടതല്ലേ, വേറെ എവിടെയൊന്നുമല്ല. ABVP-ക്കാരനെയോ KSC-ക്കാരനെയോ MSF-കാരനെയോ മാത്രമല്ല, അവരുടെ ആളുകളെ തന്നെ. നിങ്ങൾ ആലോചിക്കും, രാഹുൽ ഗാന്ധി ഇവിടെ
നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തലയിൽ വെച്ച് കൊണ്ടുവരുന്നില്ലേ? ആ രാഹുൽ ഗാന്ധിന്റെ ഓഫീസിനുള്ളിൽ പോയിട്ട് വാഴ നട്ട ആളുകളല്ലേ ഇവര്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവോ? രാഹുൽ ഗാന്ധി ആയതുകൊണ്ടല്ലേ അത് എന്താ പറയാ ആ വാഴ പിടിച്ചിട്ട് ഡൽഹിക്ക് പോയിട്ട് വന്നത്? കാരണം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരനോ കേസുകാരനോ തടയാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക്. കാരണം നിങ്ങൾ ആലോചിക്കുക, അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഓഫീസിൽ പോയിട്ട് വാഴ വെക്കുന്ന അതേ ആളുകൾ തന്നെയല്ലേ? അപ്പൊ ഇതാണ് കേരളത്തിലെ SFI എന്ന് പറയുന്നത്. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും, കാരണം അതിനെ ന്യായീകരിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്നാണ് അനിൽ നമ്പ്യാരിനോടും അസ്കറിനോടും എനിക്ക് പറയാനുള്ളത്. യെസ്, സരസ്വതി ടീച്ചർ, എന്തായാലും കേരളത്തിലെ ക്യാമ്പസുകളിലെ സമാധാനം ഇല്ലാതായിരിക്കുന്നു. ഒരു പൊതുശല്യമായിട്ട് SFI എന്ന വിദ്യാർത്ഥി സംഘടന മാറിയിരിക്കുന്നു. ടീച്ചർ, എന്താണ് പരിഹാരം, എന്താണ് പോംവഴി? ഇതെങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാനാവും? ടീച്ചറെ പോലുള്ളവർ മുന്നിട്ടിറങ്ങേണ്ടതാണ്. ഇതുപോലെ ഇപ്പോ ഞാനൊരു കാര്യം പറയാം. ഈ SFI ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇവരെന്തിനാണ് വരുന്നത്? പഠിക്കാനാണോ കോളേജിലേക്ക് വരുന്നത്? ഈ പഠനത്തെ പറ്റി, പഠിക്കുന്നതിനെ പറ്റി ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു? ഇവർക്ക് കോളേജിൽ വന്ന് ഇതുപോലെ അക്രമം നടത്തണമെന്നല്ലാതെ ഞാൻ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അതായത് യൂണിവേഴ്സിറ്റിയിൽ ഇന്റേണൽ പരീക്ഷ മാർക്ക് കൊടുക്കണമെന്ന് പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ച് പരീക്ഷ നടത്തിയ സമയത്ത് SFIക്കാർ വന്ന് എതിർത്തു. നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ രണ്ട് അധ്യാപകർ, രണ്ട് ലേഡി ടീച്ചേഴ്സ് പോയിട്ട് നിങ്ങൾക്ക് മറ്റേ പണി തീർച്ചയായും വരെ SFIക്കാർ പോയി പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടീച്ചേഴ്സിനോട്. വിക്ടോറിയ കോളേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വിക്ടോറിയ കോളേജ് ഏത് കോളേജ് ആയാലും ഇതൊക്കെ തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്രൂര സംഘടനയാണ്. ഒരു മനസാക്ഷിയുമില്ലാതെ അങ്ങേറ്റം പൂരം നടപ്പാക്കാണ്. ഇവർക്ക് പഠിക്കേണ്ട, ഒരു മറ്റുള്ളവരെയും പഠിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ട് വരുന്നത്. നിരോധിച്ചോ അന്നല്ലാതെ ഇതിനകത്ത് വിഷയം ഉണ്ടെന്ന് തോന്നുന്നില്ല. മുസ്ലിംകാർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഒരാൾക്കും സാധിക്കത്തില്ല. കോൺഗ്രസ്സുകാരും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ പറഞ്ഞു. എന്ത് സംഭവം ഉണ്ടാകും, പക്ഷെ ഒരു ആക്ഷൻ എടുത്തില്ല. ഇത് കോടതി വിധി ഉണ്ട്. അത് കോടതി വിധി അനുസരിച്ച് ഈ സംഘടനകളെല്ലാം വിദ്യാർത്ഥികൾക്ക് പഠിക്കട്ടെ, അവർ പഠിക്കട്ടെ. കോളേജിൽ പഠിക്കാൻ അവർ പഠിക്കാനാണ്, അത് അവർ ചെയ്യട്ടെ. അല്ലാതെ അതിനുശേഷം അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയോ രാഷ്ട്രീയം പഠിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കട്ടെ എന്ന് ചെയ്യാൻ പറ്റുമോ അന്ന് മാത്രമേ ഇതിന്റെ അവസാനിക്കുള്ളൂ. അഡ്വക്കേറ്റ് അസ്ക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ബാക്കി കാര്യങ്ങൾ പിന്നീടാവാം. മാത്രമല്ല, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സജീവമായി ഇത്തരം സംഘടനകൾ ഇടപെടുന്നുണ്ടോ? അൽനമ്പ്യാർ, അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ വാദമുഖമാണ് പഠിക്കേണ്ട വിദ്യാർത്ഥികൾ പഠിക്കുക എന്ന്. ലോകത്താകമാനമുള്ള ക്യാമ്പസുകളിൽ അങ്ങനെ ന്യായീകരിക്കാതെ, അങ്ങനല്ല, ഇതൊരു അരാഷ്ട്രീയവൽക്കരണ മുദ്രാവാക്യാണ്. ആ അരാഷ്ട്രീയവൽക്കരണ വാദമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പഠിക്കുക എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം. പഠനത്തോടൊപ്പം അവർ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി ഇടപെടുന്നതിനാവശ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അങ്ങനെ ചെയ്യണം. ലോകത്താകമാനമുള്ള സർവകലാശാലകളിൽ ഇത്തരം സമീപനങ്ങളാണ് സ്വീകരിച്ചു വരിക. നാം കാണുന്നുണ്ടല്ലോ, അമേരിക്കയിലെയും യൂറോപ്പിലെയും ബ്രിട്ടനിലെയും സർവകലാശാലകളിൽ പാലസ്തീനു വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒക്കെ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമരം ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പഠിക്കുമ്പോ ക്യാമ്പസിനുള്ളിൽ തന്റെ കാര്യം മാത്രം നോക്കി തന്നിലേക്ക് ചുരുങ്ങി തന്റെ മാത്രം സമൂഹത്തെ സൃഷ്ടിക്കുക, തന്റെ മാത്രം കുടുംബത്തിലേക്കും സമരമാവാം പോരാട്ടമാവാം, പക്ഷേ ഒരു തീവ്രവാദ സംഘടനയെ പോലെയാണ് SFI പ്രവർത്തിക്കുന്നത്. എന്റെ അനിൽ നമ്പ്യാർ, ആ ഒരു സമീപനം, ആ ഒരു ശൈലി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പോലെ സമാധാനപരമായി ഇവർക്ക് പ്രവർത്തിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് അനുവദിച്ചുകൂടാ? കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് കേരളമാണെന്ന് പറയുന്ന പോലെ ഇത് SFI ആണെന്നാണ് SFIയുടെ ഈ പീറ നേതാക്കന്മാർ പറയുന്നത്. ഇത് SFI ആണ്. SFI ആരാണ്? SFIക്കാർ, അതാണ് ഞാൻ ചോദിക്കുന്നത്.
അന്നമ്പ്യർ ഈ കേരളത്തിലെ കേരളം മുഴുവൻ അവർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളാണിത് ഭരിക്കുന്നത്, അല്ലെ ഞങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകളും അതുപോലെ വിദ്യാലയങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ അധികാരം കൈയാളുന്നത് ഞങ്ങളാണ് എന്ന അഹങ്കാരം, അഹന്ത, അഹംഭാവം. പിണറായി വിജയൻ്റെ ശൈലി അതാണല്ലോ, ധാർഷ്ട്യം, ഞാനാണ് എല്ലാം എന്നുള്ള, എനിക്കപ്പുറത്തൊന്നുമില്ല എന്ന് അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു സമീപനം അത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നുള്ളൂ. ആവട്ടെ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേരിടാൻ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടങ്ങളാവാം, സമരമാവാം, അതിനൊന്നും എതിരല്ല. പക്ഷേ എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അന്നമ്പ്യർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊടിഞ്ഞിട്ടുള്ളത് SFI-ക്കാണ്. SFI-കാരന്റെ കത്തി കൊണ്ട് ഒരു വിദ്യാർത്ഥിക്കും ജീവാപായം ഉണ്ടായിട്ടില്ല. ഒരു സാക്ഷി ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. എറിഞ്ഞു വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് അസ്കർ. അത് കോളേജിനുള്ളിലല്ല, കൊള്ളാം, പുഴയിലാണ് കൊല്ലപ്പെട്ടത്. പുഴയിൽ നടന്ന സംഘർഷവുമായി ആരാണ് പ്രതിസ്ഥാനത്ത്? ക്യാമ്പസ് കോളേജിന്റെ ഉള്ളിൽ ഗേറ്റിലൂടെ ആ പുഴ ഒഴുകി പോകുന്നത്. അതെ, ആ ക്യാമ്പസിൽ ഞാൻ പറയാം, എനിക്കറിയാവുന്ന കോളേജാണല്ലോ. കേരളത്തിലെ ക്യാമ്പസുകളിൽ എണ്ണം ഒന്ന് പരിശോധിച്ചോ. എത്ര ABUP KSUം എത്ര എണ്ണത്തിലാ പ്രതിയായിട്ടുള്ളത്? എണ്ണമെടുത്ത് പറ. അപ്പൊ പിന്നെ ക്രിമിനലുകൾ ആരാ? ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പോലും പ്രതിപട്ടികയിലുള്ള ആളുകൾ ആരാണ്? വെറുതെ നമ്മൾ പറഞ്ഞു പോകരുത്. ഇത് കഷ്ടമാണ്. ഇത്തരത്തിലുള്ള SFI-കാരെയൊക്കെ നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായി അറിയാം അവരുടെ രാഷ്ട്രീയ ശൈലി എങ്ങനെയാണെന്നുള്ള കാര്യം. അവരുടെ രാഷ്ട്രീയ ശൈലി എങ്ങനെയാണ് ഉള്ളതെന്ന് വളരെ വ്യക്തമായി ക്യാമ്പസിൽ പഠിക്കുന്ന പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. ഓരോ വിദ്യാർത്ഥിക്കും അറിയാം അവർ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയാം. ക്യാമ്പസിന് പുറത്ത് കാണിക്കുന്ന അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതൊന്നും സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ അവരെ വോട്ട് ചെയ്ത് അവരെ കോളേജ് യൂണിയന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ സർവകലാശാലയുടെ ഭാരവാഹികളും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചത്. അധ്യാപക സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പോലും ഇത്രയേറെ മായം ചേർക്കുന്ന വിദ്യാർത്ഥി സംഘടന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയെ പോലും നേരെ തെരഞ്ഞെടുപ്പിന് വരാൻ നടത്താതെ ഗുണ്ടകളെ കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുന്ന ശൈലിയല്ലേ നിങ്ങളുടേത്? എത്ര കാലമായി കേരള സർവകലാശാലയിൽ പോലും നേരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കേരള സർവകലാശാലയിൽ പോലും നേരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എത്ര കാലമായി? അപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാനൊരിക്കലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എതിരായിട്ടല്ല പറഞ്ഞത്. ടീച്ചർ പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ, മുൻ റിട്ടയർഡ് പ്രിൻസിപ്പൾ പറഞ്ഞ, അസിസ്റ്റന്റ് ടീച്ചർ പറഞ്ഞ ആ വാചകത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ കടന്നു വന്ന ആളുകളാണ്. ഒരിക്കലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എതിരായി പറയേണ്ട ആളുകളുമല്ല. കാരണം അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അരാഷ്ട്രീയവാദത്തിനെതിരെ ഓരോ ക്യാമ്പസിലും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ഓരോ ക്യാമ്പസിലും ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താണ്? അവരെല്ലാം തന്നിലേക്ക് ചുരുങ്ങുന്നു, ഒറ്റയായി ചുരുങ്ങുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി ഒരു ക്യാമ്പസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവന്റെ റാങ്കിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു. സഹപാഠിയുടെ വേദനയെ പറ്റി തിരിച്ചറിയാൻ കഴിയാതെ, സമൂഹത്തിന്റെ വേദനയെ പറ്റി തിരിച്ചറിയാൻ കഴിയാതെ, സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു പുതിയ തലമുറയായി വളരാതിരിക്കാൻ അവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ തന്നെയാണ് സിദ്ധാർത്ഥനെ 3 ദിവസം ക്രൂരമായി പിടിപ്പിച്ചപ്പോ നോക്കി നിൽക്കുകയായിരുന്നു. അതെ, അതാ പറഞ്ഞത്, നോക്കി നിൽക്കുകയായിരുന്നു. അതാണ് ഇന്നത്തെ വിദ്യാർത്ഥിയുടെ നിലപാട്, മനോഭാവം അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഏകാധിപത്യ കോട്ടകളായിട്ടുള്ള SFI-യുടെ ക്യാമ്പസ് ആയതുകൊണ്ടാണ് സംഭവിച്ചത്. അവിടെ ഈ പറയുന്നത് പോലെ 3-4 വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നെങ്കിൽ അനിൽ നമ്പ്യാർ ഞാൻ കൃത്യമായി പറയുന്നു, അത്തരത്തിലൊരു സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടാകില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളെങ്കിലും ആ തരത്തിൽ SFI-ക്കാർ ഒരു കുട്ടിയെ ക്രൂരമായി നിഷ്ഠൂരമായി മർദ്ദിക്കുന്നു എന്ന് പൊതുമധ്യത്തിൽ എങ്കിലും പുറത്തു പറയാൻ ഒരു ധൈര്യം കാണിച്ചേ. അപ്പോൾ ഏകാധിപത്യ കോട്ടകളാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഈ രീതിയിൽ അപകടപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടുത്തുന്നത്. അതിനെതിരെ വേണം ക്യാമ്പസിൽ ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെയുള്ള അപകട മരണങ്ങളിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ നമുക്ക് പുറത്ത് സംരക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് അതിന്റെ പ്രധാന പോയിന്റ്. അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞത് പൂർത്തിയാക്കാം.
അല്ല, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കേരളത്തിലെ ക്യാമ്പസുകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ അരാഷ്ട്രീയവൽക്കരണമാണ്. ഇന്ന് കേരളത്തിൽ നമ്പ്യാർ രാഷ്ട്രീയവൽക്കരണം ഇല്ലല്ലോ. പറഞ്ഞോ, ഇങ്ങനെയാണ് ഉണ്ട്. അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ലഹരി മാഫിയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അത് SFI നേതാക്കന്മാരും അത് കഴിഞ്ഞാൽ DYFI നേതാക്കന്മാരുമാണ്. അത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ കണക്ക് വളരെ കൃത്യമാണ്. ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SFIക്കാർ തന്നെയാണ്. അതിനൊരു സംശയം വേണ്ട. അത് വളരെ കൃത്യമാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ അഖിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കഞ്ചാവുമായി പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കഞ്ചാവ് കച്ചവടക്കാരാണെന്ന് പറയാൻ കഴിയുമോ? അല്ലല്ല, ഈ ക്യാമ്പസുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തി പിടിക്കുന്ന SFIക്കാരാണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളെല്ലാം മാധ്യമങ്ങൾ കണ്ട് വായിച്ച് വളർന്ന് വായിക്കുന്ന ആളുകളും മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ആളുകളുമല്ലേ അഷ്കർജി. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങൾ. അഡ്വക്കേറ്റ് ചർച്ച അവസാനിക്കാൻ പോവാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇതിന് തടയിടേണ്ടതല്ലേ? ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയെ അവർക്ക് തോന്നുന്നത് പോലെ കയറൂരി വിടുന്ന സമീപനം അത് ശരിയാണോ എന്നുള്ളതാണ്. അതിൽ സർക്കാർ കൂടി കുറെ കൂടി ഗൗരവത്തോട് ഈ വിഷയത്തെ സമീപിക്കേണ്ടതല്ലേ? ഇതിപ്പോ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നു, പിന്നെയും മറക്കുന്നു. അല്ല, ഇനി അടുത്ത വിഷയം വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അതിന് SFI നേതൃത്വം തന്നെയല്ലേ മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ എങ്ങനെയാ SFIയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര കേസാ, 42 കേസോ മറ്റാ, അതിൽ ഈ AISFന്റെ വനിതാ നേതാവിനെ അപമാനിച്ചത് ഉൾപ്പെടെ, അല്ലെങ്കിൽ കൊലവിളി ഉൾപ്പെടെ എത്ര കേസുകൾ. പിന്നെ എങ്ങനെയാ താഴെയുള്ള നേതാക്കന്മാർ ഇയാളെയൊക്കെയല്ലേ കണ്ടു പഠിക്കുന്നത്? പിന്നെ എങ്ങനെ ഈ സംഘടന നന്നാവും? ആദ്യം അവനെ ചവിട്ടി പുറത്താക്കണം, ആർഷോയെ. എന്നാൽ ഈ സംഘടന പകുതിയോളം രക്ഷപ്പെടും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായി കേസുകൾ ഉണ്ടാവും. ആ കേസുകൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ മേൽ കെട്ടിവെക്കപ്പെട്ടതും അല്ലെങ്കിൽ അവർ അതൊന്നും അല്ല അഡ്വക്കേറ്റ് അസ്ക, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാതെ. അല്ലല്ല, ഞാൻ പറയട്ടെ, അതല്ല, വധശ്രമം ഉൾപ്പെടെ 40ഓളം കേസുകളിൽ പ്രതിയാണ് ആർഷോ. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഉണ്ടാവും. വധശ്രമം, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഒരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ ആർഷോയെ പല ഘട്ടങ്ങളിലും അൽനമ്പിയാർ അങ്ങനെ പറയുന്നത് ശരിയല്ല. ക്രിമിനൽ ആവുന്ന എപ്പോഴാ? ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിമിനൽ എന്ന് വിളിക്കുന്നേ. ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിമിനൽ എന്ന് വിളിച്ചാൽ അതിന്റെ ഒരു അന്തസ്സുണ്ട്. അല്ല, ഈ ശിക്ഷിക്കാൻ കേസ് വിചാരണ കിടക്കണ്ടേ? FIR പ്രതിയായി എന്നുള്ളത് കൊണ്ട് ഉൾപ്പെട്ട കേസുകളുടെയൊക്കെ വിചാരണ ഇങ്ങനെ നീണ്ടു പോവല്ലേ? അല്ല, അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയല്ലേ. ശിക്ഷിക്കില്ല. ആര് ഇവർക്കെതിരെ തെളിവ് പറയും? ഏത് വിദ്യാർത്ഥി തെളിവ് കൊടുക്കും? തെളിവുണ്ടെങ്കിൽ പറയും, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കും. ആര് പറയും? അല്ല, ആര് പറയുന്നു? ജീവനിൽ കൊതിയുള്ളവർ പറയോ? അല്ല, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന്. എത്ര വിദ്യാർത്ഥി ഇല്ലില്ല, അങ്ങനൊന്നും കളയാൻ പറ്റില്ല. 8 കൊല്ലമല്ലേ ആയുള്ളൂ ടീച്ചറെ, 8 കൊല്ലമല്ലേ ആയുള്ളൂ ഇടതുപക്ഷം ഭരിക്കുന്നത്. അതിനു മുമ്പ് 5 കൊല്ലം ഭരിച്ചത് UDF ആണല്ലോ. അപ്പൊ അവരും കളയുമോ? അല്ല, അത്തരം ടീച്ചർക്ക് രാഷ്ട്രീയമുണ്ട്, ടീച്ചർക്ക് പക്ഷമുണ്ട്. ടീച്ചർ ആ പക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് SFIക്കാരുടെ ടീച്ചർക്ക് വിരോധം ഉണ്ടാവാം. അത് ടീച്ചർ പറഞ്ഞോ? ടീച്ചറുടെ പക്ഷം പറഞ്ഞിട്ട് പറയുന്നേ. ടീച്ചർ ഇങ്ങനെ കപട മുഖമായിട്ട് വരരുത് പൊതുസമൂഹത്തിൽ. അതുകൊണ്ട് ടീച്ചർക്ക് SFIയെ മാത്രം കുറ്റം പറയാൻ തോന്നുന്നു. ഒറ്റ കാര്യം SFI തിരുത്താൻ തയ്യാറാവോ എന്നുള്ളതാണ്. SFI തിരുത്താൻ തയ്യാറാവുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ SFIയിലൂടെ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരെല്ലാം ഉണ്ട്, വലിയ നേതാക്കന്മാരുണ്ട്. അവരെങ്കിലും ഇടപെടേണ്ടതല്ലേ ഇവരെ തിരുത്തിക്കാൻ? അതും ഉണ്ടാകുന്നില്ല. അതിന്റെ പൂക്കോട്ട് നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി അതിൽ SFI പ്രവർത്തകർ പ്രതിയായിട്ടുണ്ട്. അവരെ തള്ളിപ്പറയുക തന്നെ വേണം. ഒരു സംശയം, അതൊരു രാഷ്ട്രീയ പോരാ സാർ, തള്ളിപ്പറഞ്ഞില്ല. അവിടെ പോയി നിന്ന ആരാ? അല്ല, ഈ പ്രതികളെ കോടതി കൊണ്ടുവന്നപ്പോൾ അവിടെ ആ കോടതിക്കകത്ത് കയറിയതാരാ? മുൻ MLA ആണ്, CPM MLA ശശീന്ദ്രൻ. മജിസ്ട്രേറ്റ് പറഞ്ഞു കടക്ക് പുറത്ത് നിന്ന്. അപ്പോൾ അവിടെയും എല്ലാ പരിരക്ഷയും നൽകുന്നത് CPM നേതൃത്വമാണ് ഈ ക്രിമിനലുകൾക്ക്.
സ്വാഭാവികമായി പൊതുപ്രവർത്തകരാകുമ്പോ അങ്ങനെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതികൾ കാണാൻ വന്നു എന്നൊക്കെ വക്രീകരിക്കുന്നതിന് വേണ്ടി അല്ല, ഇവിടെ ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് കാര്യവട്ടം തന്നെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യവട്ടത്ത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത് എത്രയോ കാലമായി അവിടെ PhD ചെയ്യുന്ന PhD ഒക്കെ റോൾ ഔട്ട് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ കോഴ്സ് കഴിഞ്ഞ SFI നേതാക്കന്മാർ കുടികിടക്കുന്ന സ്ഥലമല്ലേ കാര്യവട്ടം. എത്രയോ കാലമായി, ഞാൻ പേരെടുത്ത് പറയാൻ ഇപ്പോഴും അവിടെ താമസിക്കുന്ന പഴയ SFIക്കാരുടെ പേര് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തും ഇതുണ്ടായിരുന്നു. അതെ, CET എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ മെൻസോഴ്സ് MHുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നത് എത്രയോ കാലമായി അവിടെ പഠിച്ചിറങ്ങി. ഹോസ്റ്റലുകളിൽ ഒരു ശുചീകരണം നടത്തണം. ഹോസ്റ്റലുകളിൽ ശുചീകരണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാണോ? അങ്ങനെ കേരളത്തിലെ മുഴുവൻ ഹോസ്റ്റലുകളിലും ഒരു ശുചീകരണം നടത്തിയാൽ, ഈ പറയുന്ന SFI പുഴുക്കുത്തുകളെ മാറ്റിയാൽ, ഈ പറയുന്ന പോലെ വിദ്യാർത്ഥികൾക്ക് സധൈര്യം ക്യാമ്പസിലേക്ക് ചെന്ന് കയറാൻ കഴിയും. ഇവിടെ ഒറ്റപ്പാലത്തെ മുൻ MP-യുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്നലെ ആ ചെറുപ്പക്കാരനെ, സാൻജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിയിട്ട് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. എനിക്ക് ആ ചെറുപ്പക്കാരനുമായി നേരിട്ട് അടുപ്പമുള്ളതാ. ആ ചെറുപ്പക്കാരൻ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല. അവനാണ് ഈ തടിമാടന്മാരെ ആളുമായി ചെന്ന് അടിക്കാൻ പോയെന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? ഈ ക്യാമ്പസുകളിൽ നിങ്ങൾ ജനാധിപത്യ രീതിയായി മത്സരിക്ക്, നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്. ഈ പറയുന്ന പോലെ കൈകാര്യം ചെയ്തും ആളുകളെ ഉപദ്രവിച്ചും ആളുകളെ മോശം പറഞ്ഞും ഈ പറയുന്ന പോലെ ഏവനെങ്കിലും ഒരുത്തൻ ക്യാമ്പസിൽ സജീവമായി പ്രവർത്തിക്കാൻ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട്, ഏതെങ്കിലും വനിതാ പ്രവർത്തകരെ കൊണ്ട് അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് അവനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കണ്ടു വളർന്ന ഇത് ഈ ചിട്ടയും ശൈലിയും ഒക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് പുതിയ കാലഘട്ടമാണ്. ഇന്ന് എല്ലാ ആളുകളും ഇതൊക്കെ വീക്ഷിക്കുകയാണ്. ഈ ക്യാമ്പസിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയും SFIയെ പറ്റി നല്ലത് പറയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ. ഗണേഷ് എന്താ പോംവഴി? പെട്ടെന്ന് 1 മിനിറ്റ്. അല്ല, പോംവഴി എന്ന് പറഞ്ഞാല് അടിച്ച് SFIക്കാരെ അടിച്ച് കൈയും കാലും മുറുക്കിയല്ലാതെ വേറൊരു പോംവഴി ഇല്ല അനിൽ നമ്പ്യാർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അസ്കർ പറയുന്നത് കേട്ടു, ഇവിടെ SFIക്കാരൊക്കെ ഒന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ചോദിച്ചതിന് അസ്കറിന് മറുപടി ഉണ്ടോ? ASF ABP സംഘർഷം നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? KSUക്കാരായിട്ടുണ്ടോ? MSFകാരായിട്ടുണ്ടോ? ഈ SFI ആണല്ലോ എല്ലാ സ്ഥലത്തും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുതന്നെയാണ് കാരണം, വേറൊരു കാരണവുമില്ല. കാരണം ഈ ക്രിമിനൽ സംഘങ്ങളുടെ എന്താ പറയുക, ജനാധിപത്യപരമല്ലാത്ത സംഘടനാ പ്രവർത്തനമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്താണ് സിദ്ധാർത്ഥുമാരും പരുമലയിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെ അടിച്ച് കാരണം നിയന്ത്രിക്കുക എന്നതല്ലാതെ വേറൊരു വഴിയുമില്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, 2 ദിവസം മുന്നേ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഒരു കൊല്ലം SN കോളേജിലെ മുൻകാല ചെയർമാൻ കൊടുത്തൊരു അഭിമുഖമുണ്ട്. അവിടുത്തെ ശ്രീകുമാർ എന്ന് പറയുന്ന SFIക്കാർ രക്തസാക്ഷിത്വം കൊണ്ട് വിളിച്ചു നടക്കുന്ന ശ്രീകുമാറിനെ കുറിച്ച്, കൊല്ലം SN കോളേജ് എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ എന്നാണ് SFIക്കാർ പറഞ്ഞു നടക്കുന്നത്. ആ ശ്രീകുമാർ മരിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മുൻ ചെയർമാൻ, SFIയുടെ മുൻ ചെയർമാൻ പറഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓടുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കണം. എങ്ങനെയാണ് ഒരു ചെറിയൊരു പരിക്ക് മാത്രം പറ്റിയിരുന്ന ശ്രീകുമാറിനെ മരിക്കുന്നത് വരെ ആ ക്യാമ്പസിലിട്ട് കൊണ്ടു നടന്ന് മുദ്രാവാക്യം വിളിച്ച് കൊണ്ടു നടന്നത് എന്ന്. അപ്പൊ സഹപ്രവർത്തകർ പോലും ഒരു സ്നേഹം പോലും ഇല്ലാത്ത ആളുകളാണ് ഇവർ. ഒരു സ്നേഹം, ഒരു തരി സ്നേഹം പോലും ഇല്ലാത്ത ആളുകളാണ്. ഞാൻ പറഞ്ഞതല്ല, ഒരു മുൻ SFIയുടെ ചെയർമാൻ പറഞ്ഞ കാര്യമാണ്. ഒരു SFIയുടെ മുൻ ചെയർമാൻ പറഞ്ഞ, അല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല. കേരളത്തിലെ ക്യാമ്പസുകൾ ഞാൻ പറഞ്ഞ ഇത്രയേറെ ആളുകളാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇവര് എന്ത് മാറ്റം ഉണ്ടാക്കുവാനാ? എന്ത് മാറ്റം ഉണ്ടാക്കുവാനാ? അല്ല, വിവരക്കേട്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീകുമാർ മരിക്കുന്നത് വരെ കൊണ്ട് നടന്നു എന്ന്, മരിക്കുന്നത് വരെ മുദ്രാവാക്യം വിളിച്ച് നടന്നു എന്ന്. കാരണം നിങ്ങൾക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കണം. ആ സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമവും അഴിച്ചുവിടണം. അതിനു വേണ്ടിയിട്ടൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ എന്ത് കാര്യമാ? ഏത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഏത് കാര്യമാണ്? ഇന്നലെ കൊല്ലം ശ്രീനാരായണ ഗുരു കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഈ പുതിയ ഡിഗ്രി വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ നേരത്തെ പറഞ്ഞ ABPക്കാരാക്കുന്നു. ഏത് ABPക്കാരായിരുന്നു ആ ശ്രീകുമാറിന്റെ കൊലക്കേസിൽ പ്രതിയായിരുന്നു? അസ്കർ ഒന്ന് പറഞ്ഞതാ, ഏത് ABPക്കാരായിരുന്നു? ഒരു
ABP കാരനുമായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് രക്തസാക്ഷികൾ വേണം. എല്ലാ കാലഘട്ടത്തിലും ക്യാമ്പസുകളിൽ രക്തസാക്ഷികൾ ഉണ്ടാക്കണം. ഇപ്പോൾ പല ക്യാമ്പസുകളും നിങ്ങൾക്ക് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചൊതുക്കി വേറെ ആരുമില്ല. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, കേരളത്തിലെ ഹോസ്റ്റൽ മുറികളിലിട്ട്, ഇടിമുറികളിലിട്ട് കൊല്ലുന്നത് വരെ. അതാണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിദ്ധാർത്ഥിന്റെ സംഭവം കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു സ്ഥിതി എന്ന്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്റ്റുഡൻറ് ഫാഷിസ്റ്റുകളുടെ ഫെഡറേഷനായിട്ട് SFI മാറിയിരിക്കുന്നു, അതിൽ ഒരു തർക്കവുമില്ല. അതുപോലെ കേരളത്തിലെ കലാലയങ്ങളെ അശാന്തിയുടെ വിളനിലങ്ങളാക്കുന്ന ഈ സംഘടന അതൊരു പൊതുശല്യമായി മാറിയിരിക്കുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെടുക, അല്ലെങ്കിൽ SFIക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന നേതാക്കൾ, SFIയിലൂടെ ഇന്ന് മന്ത്രിമാരായി എത്തി നിൽക്കുന്നവർ, മുതിർന്ന നേതാക്കൾ, അവരെങ്കിലും ഈ സംഘടനയെ തിരുത്തിക്കാൻ ശക്തമായി ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.